കണ്ണാണെന്നില്ലേ പോയി കണ്ണാണാത്തെ കണ്ണാണെന്ന് നീ പോ. ഓ നിനക്ക് അങ്ങനല്ലേ? എനിക്ക് രാവിലെ തന്നെ ചായ നോട്ട് മുളകുപൊടിന്റെ ചായ ഇട്ടിട്ട് തന്നെ. അപ്പൊ ഞാൻ എന്നെ ബെസ്റ്റ് ഞങ്ങക്ക് കാലത്ത് തന്നെ ഹോർലിക്സ് കിട്ടീന്. പൊട്ട ഹോർലിക്സിന് കുപ്പിയിലുണ്ടെ സർപ്പ് ഓൾക്ക് കണ്ണാണഞ്ഞിട്ട് അങ്ങനെ ആക്കീനെ. തീരുമാനായി. നല്ല ന്യൂജന് പെണ്ണുള്ള മോഡൽ പെണ്ണ് കിട്ടീനി, പക്ഷെ കാഴ്ചയില്ല. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല മോനെ. യാടെ പോയെങ്കിൽ മോശമില്ല. അവളെ കാഴ്ചക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനാക്കണം. ഫോൺ എടുക്ക്. ആ കിട്ടി. സ്റ്റാർ ഒപ്റ്റിക്കൽസ്. അതെന്താടാ കണ്ണ് കാണാത്തവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ലേ? നിനക്ക് കണ്ണ് കാണാത്തവരൊക്കെ അത്രയ്ക്കങ്ങ് പുച്ഛോടാ എനക്ക്. നിനക്കങ്ങ് പുച്ഛോ? നീ പ്രൊമോഷൻ ഉണ്ടായിക്കോ, പക്ഷെ നീ അവിടെ ഒരുമാതിരി കണ്ണ് കാണാത്തവരെ ഒരുമാതിരത്തെ രീതിയിലല്ലടാ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ ഇവന്റെ വീഡിയോസും കണ്ടിട്ടില്ല, ഒരു കിടുതാപ്പും കണ്ടിട്ടില്ല. ഇവന്റെ വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നതാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് അയച്ചു തന്നതാണ്. പക്ഷേ ഞാൻ അഭിശ്രീ, നമ്മുടെ അഭിലാഷില്ലേ, ബിഗ് ബോസിലെ സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അവന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പൊട്ടി വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന സമയത്ത് ആർക്കായാലും പൊട്ടും. ഇവന്റെ ഈ മോഞ്ഞ ഒരു പ്രൊഫൈലുണ്ട്, ആ പ്രൊഫൈൽ ഞാനിവിടെ കൊടുക്കാം. എന്തോന്ന്, അബൂബക്കർ റാഷിദ്. 3,09,000 ഫോളോവേഴ്സ് ഇവനുണ്ട്. ആരടാ ഇവനെയൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ളത്? അവന്റെ കമന്റ് ബോക്സുകളെല്ലാം ഓഫാണ്. പൂര തെറികൾ കിട്ടുന്നത് അറിയാം. അതുകൊണ്ടാണ് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവൻ ഉണ്ടാക്കിയ പ്രൊമോഷൻ ഉണ്ടാക്കുന്നത്. അവന് ഒരുമാതിരി കണ്ണ് കാണാത്ത ആൾക്കാരെ, കണ്ണ് കാണാത്ത എത്രയോ പേര് ഭൂമിയിലുണ്ട്. അവരെല്ലാവരും ഒരുമാതിരി പുച്ഛിച്ചുകൊണ്ട് ആ രീതിയിലാണ് ഈ മുന്നാരമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീഡിയോ. കഷ്ടം. എടാ നാറി, നീ ഇന്ന് ഈ കളിയാക്കിയില്ലേ, ഇതിന് നീ അനുഭവിക്കും. അത് ഏത് രീതിയിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആക്സിഡന്റ് വന്നാൽ തീരാവുന്ന പ്രശ്നം നിനക്കുള്ളൂ നിന്റെ കുത്തിക്കഴപ്പിന്. അവിടെ ചിലപ്പോൾ നിന്റെ കണ്ണിന്റെ കാഴ്ചയും പോവും, നിന്റെ കാലിന്റെ നിന്റെ ആക്കലും ഒടിഞ്ഞങ്ങ് പോവും. പിന്നെ നീ എണീറ്റ് കിടക്കാൻ പറ്റാത്ത ഗതികേടിലാകുമ്പോൾ നീയൊക്കെ പഠിക്കും. നിനക്കൊക്കെ ഈ സ്പെഷ്യലൈബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പുച്ഛമല്ലേ? നിനക്കൊക്കെ എല്ലാം തികഞ്ഞതിന്റെ ആ ഒരു ഇതാണല്ലേ. എന്തായാലും സാധാരണ മക്കൾ തലതിരിഞ്ഞാൽ അമ്മയും അച്ഛനും പറഞ്ഞ് നേരെയാക്കും. ഇവിടെ അമ്മ സപ്പോർട്ട് ഫുള്ള്. മോയി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പൈസ സൂപ്പറല്ലേ, അതുകൊണ്ട് ഉമ്മയും സപ്പോർട്ട്. നാണമില്ലടാ നാറി നിനക്കൊക്കെ ഇങ്ങനെ. ഇത് വെറും സാമ്പിൾ ഒന്നുമില്ല ഈ വീഡിയോ. ഈ കണ്ണ് കാണാത്തവരെ കളിയാക്കിക്കൊണ്ട് അവന്റെ മറ്റേ ഒപ്റ്റിക്കൽസ് അവൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു വീഡിയോ നമ്മുടെ അഭിലാഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അഭിലാഷ് പച്ച തെറി വിളിച്ചിട്ട് പോയി. ഞാൻ ഒരു രീതിയിലും അഭിലാഷിനെ തെറ്റു പറയത്തില്ല. അമ്മാതിരി കാട്ടവരാതാണ് ഈ നായന്റെ അവൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ജനിച്ചൊരുത്തനായതുകൊണ്ടാണ്. അപ്പൊ ബൈ, നാളെ നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ആക്സിഡന്റിലൂടെയോ അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. കേട്ടോ മയിരെ. അഭിലാഷ് ഇത്രയും പൊട്ടിയിട്ട് പോകുന്നതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. അഭിലാഷ് ഒരു സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചിട്ട് സാധാരണ ഈ 4 കാലുള്ളവന്മാർ നടന്നു പോകുന്നതിനേക്കാൾ ക്വാളിറ്റിയോടെയാണ് അവൻ നടന്നു പോകുന്നത്. അവൻ ഡാൻസ് കളിക്കുന്നത്. ഞാനൊക്കെ അതിശയിച്ച് നിന്നിട്ടുണ്ട് സത്യം, സീരിയസ്ലി. ആ അഭിലാഷിന്റെയൊക്കെ ഓരോ ഡാൻസും റീൽസും ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ അതിശയിച്ചു. എനിക്കൊന്നും ഇങ്ങനെ ഡാൻസ് പോലും കളിക്കാൻ അറിയത്തില്ല. കാലൊക്കെ മറ്റേ പൂർണ്ണമായിട്ടുണ്ട്, എന്നാൽ കൂടി ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. പക്ഷെ അവൻ കളിക്കുന്ന കളി കണ്ടു കഴിഞ്ഞാൽ അവനോട് നമുക്ക് അസൂയ തോന്നും. സത്യം ഉള്ള കാര്യം പറയാം. ഞാൻ ചുമ്മാ ഭംഗി വാക്ക് പറയുന്നതല്ല. അവൻ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ അസൂയ തോന്നും. ആ സെറ്റപ്പാ. അപ്പോൾ ഇങ്ങനെ ഈ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഈ പുച്ഛിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു നായിന്റെ മോൻ ഈ അബൂബക്കർ റാഷിദ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവൻ തന്നെ അഭിലാഷിന്റെ വേഷം കൊടുത്തിട്ടുണ്ട്. ഇവനൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കണം. ഇവന്റെയൊക്കെ കുടുംബത്തിൽ നാളെ ഇവന്റെയൊക്കെ മക്കൾക്ക് ഇതുപോലെ സംഭവിക്കുമ്പോൾ ഇവന്മാർ ഈ കളിയാക്കി എൻ്റെ വിഷമം മനസ്സിലാവും. ഇവനൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കളിയാക്കി വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കാണുന്ന അവരുടെ ഫീലിങ്സ് അതൊന്നും മനസ്സിലാക്കണമെങ്കിൽ ഇവനൊക്കെ തികയത്തില്ല. അഭിലാഷ് പറ, ഞാൻ പറയുന്നതിനേക്കാളും വെടിപ്പായിട്ട് അവൻ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് അവന് കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. അവൻ്റെ സംസാരത്തിൽ തന്നെ ഉണ്ട്. ഇവൻ പണ്ട് അഭിലാഷ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഉള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ട്. ഇവർക്ക് എന്താ പുച്ഛോടാ, തിന്നിട്ട് എല്ലിൻ്റെ ഇടക്കാണ് നിനക്കൊക്കെ. എടാ ഒരു പോണ വഴിക്ക് നീ റോട്ടി ഇറങ്ങി മുമ്പേ അത് വണ്ടി കയറി ഇടിച്ചിട്ട് പോയാൽ മതി, നീ അതോടെ തീർന്ന് റാഷിദ. ഈ ആക്കലും ഊക്കലും ഒക്കെ അവിടെ നിൽക്കും. നിന്റെ ഉമ്മാക്കടക്കം ഇതെല്ലാം ഒരു കണ്ടന്റാണ്, മറ്റുള്ളവരെ കളിയാക്കലാണ്. പുച്ഛം മാത്രം. ഹലോ ഗൈസ്, നമസ്കാരം. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വളരെ 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 ദേഷ്യത്തോടെയും വിഷമത്തോടെയും സങ്കടത്തോടെയും
സ്വാഗതം ചെയ്യുന്നു. കാര്യം വേറൊന്നുമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സും അവർക്കും ഇവർക്കും ഒക്കെ, അല്ലെങ്കിൽ തടിയുള്ളവർക്കും തടി ഇല്ലാത്തവർക്കും അവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പരിഹസിച്ചു അല്ലെങ്കിൽ നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ ഉള്ളതിന് പോലും കയറി എല്ലാവരും കയറി ഇടപെടുന്നൊരു സാഹചര്യമാണ്. അത് ശരിയല്ലേ? കറക്റ്റ് അല്ലേ അഭിലാഷ് പറഞ്ഞിട്ടുള്ള? ഇവിടെ മറ്റേ പുരുഷൻ സ്ത്രീ അത് ഇത് പുരുഷന്മാർക്ക് വിലയില്ല, അത് വിട്, അതില്ല. പുരുഷന്മാരെന്ത് ചെയ്താലും അവനെ വലിച്ചു ഒട്ടിക്കാനേ ഉള്ളൂ. സ്ത്രീകൾ കരഞ്ഞ പ്രശ്നം, സ്ത്രീകളെ പണ്ട് ആരെങ്കിലും ചാറ്റ് ചെയ്ത പ്രശ്നം, അത് ചർച്ച ചെയ്യാണ്ട് രാഹുൽ മങ്കൂട്ടത്തിന്റെ ഏസിന് എക്സാമ്പിൾ എടുക്കുക. അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഇവിടെ സംസാരിക്കാൻ ഈ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ഇവരെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു നായിന്റെ മക്കളും വരത്തില്ല. അത് വേറൊരു സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. സത്യം ഞാൻ ചുമ്മാ പറഞ്ഞല്ല. അതൊക്കെ എന്തോ പറയാൻ. എന്തായാലും അഭിലാഷേ, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ വീഡിയോ. മുന്നേ നീ ഇതേപോലെ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, അന്ന് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടന്റ്. ഇവനെ പോലുള്ള നായിന്റെ മക്കളെ, അല്ലാതെ ഈ അഭിലാഷിനല്ല, റാഷിദിനെ പോലുള്ള നായിന്റെ മക്കളെ 10 പറയണം. പറഞ്ഞില്ലേ പിന്നെ എന്നാ കണ്ടന്റാ? പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അവരെ എന്തും ചെയ്യാം എന്നുള്ളൊരു രീതി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വളരെ പ്രശസ്തി ആർജിച്ച, അതായത് സീരിയലിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു നടിയുണ്ട്, അമൃത എന്നാണ് പേര്. അപ്പം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, അതായത് കാലും കൈയും വയ്യാത്ത എന്നെ പോലെയുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ട് അങ്ങനെ തോന്നിക്കുന്നൊരു രീതിയോ. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തു. ഈ കാലും കൈയും വയ്യാത്തവരെന്നൊക്കെ പറയും. ചിലവർ കാലും കൈയൊക്കെ വയ്യെങ്കിലും ആ ഒരു രീതിയിലായിരിക്കും പിന്നെ ജീവിക്കുന്നത്. പക്ഷെ അഭിലാഷിനെ പോലുള്ളവർ ഇവിടെ ഡൈവ് അടിക്കും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഡാൻസ് കളിക്കും. എനിക്ക് പോലും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ കാലും കൈ ഉള്ളവർക്ക് പോലും അറിഞ്ഞുകൂടാത്ത പരിപാടിയാണ് അവൻ ചെയ്യുന്നത്, അല്ലേ? പൂർണ്ണമായിട്ടും ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും എല്ലാ ഒത്തവന്മാര്, മറ്റേ റാഷിദിനെ പോലുള്ള എല്ലാം തികഞ്ഞ് 100-ൽ 100 ആ കിഴങ്ങന്മാര് ചെയ്യാത്ത പരിപാടി വരെ ഇവൻ ചെയ്യും. അപ്പൊ അവനാണ് പ്രശ്നം, ഇവനാണ് പ്രശ്നം. അത്രയും ചിന്തിക്ക്. എടാ അതിലൊന്നും കാര്യമില്ലടാ. എടാ മനസാക്ഷി മനുഷ്യത്വം വേണം കേട്ടാ റാഷിദെ ഊളെ. നിന്നെയൊക്കെ 10 പറയണം. 10 പറയാനല്ല, മടലുമായിട്ട് അടിക്കണം നിന്നെയൊക്കെ. നിനക്കുള്ള അവൻ തരട്ടെ, ഞാൻ ഉണ്ടായിരിക്കുക. വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. കാര്യം എനിക്കെന്നല്ല, ഞാൻ ആ വീഡിയോ കാണാനിടയായത് എൻ്റെ ഒരു കൈ ഇല്ലാത്തൊരു ഫ്രണ്ട്, അവൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് കണ്ടു നോക്കി ചേട്ടാ, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കും ദേഷ്യം തോന്നി. ഞാൻ ആ വീഡിയോ പ്രതികരിച്ചു. അതിന് എതിരായിട്ട് കുറേ നോർമൽ പേഴ്സൺസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസാണ്, ഇതൊക്കെ വീഡിയോ ആയിട്ട് കണ്ടാൽ പോരെ, അതായിട്ട് കണ്ടാൽ പോരെ, ഇതായിട്ട് കണ്ടാൽ പോരെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിമർശിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരുടെ, അല്ലെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിൽ കാല് വീഴാതെ പിച്ച എടുത്ത് ജീവിക്കുന്നവരുടെയും ഈ വേറെ ഒരു ജോലിക്ക് പോകാതെ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരുടെയൊക്കെ വികാരം ബാക്കിയുള്ളവർ എന്തിനു കാണണം? അത് കാണേണ്ട ആവശ്യമില്ല. അവരുടെയൊക്കെ വികാരം ബാക്കിയുള്ളവർക്ക് ചിരിക്കാനുള്ള വെറും കണ്ടന്റ്. അതങ്ങനെ തന്നെ, തന്തയില്ലാത്തവന്മാരെ കൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ശരിയാണ് കേട്ടോ, അഭിലാഷ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തും അഭിലാഷ് മുന്നോട്ട് വരുമായിരിക്കുമെന്ന് ആദ്യം എൻ്റെ ഫസ്റ്റ് ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം ഞാൻ വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അഭിലാഷ് മുന്നോട്ട് വരുമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ബിഗ് ബോസിന്റെ അകത്ത് നിന്ന സമയത്തും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നൈസായിട്ട് നല്ലൊരു ഇമേജോടെ പുറത്തിറങ്ങി വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അഭിലാഷ്. പക്ഷെ അധികം നിന്നില്ല. പകരം കുറെ ഊളകളൊക്കെ അവിടെ പിടിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആരൊന്നും ഞാൻ കാണിക്കില്ല, തുപ്പിക്കണിക്കാം. മനസ്സിലായി? ആ ഒരു രീതിയിലായിരിക്കും ബാക്കിയുള്ളവർ കാണുന്നത്. പക്ഷെ ഞാൻ ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നതെന്ന് പറഞ്ഞാൽ, ഒരു സുമയ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം, താഴെ ആഡ് ചെയ്തേക്കാം, കണ്ടു നോക്ക്. ആ കുട്ടിക്ക് അതായത് വടി കുത്തിയാണ് നടക്കുന്നത്, കാല് നേരെ വെച്ചോ വയ്യ. എന്നിട്ടും ആ കുട്ടി ജോലി ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എനിക്കൊരു പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് കണ്ടു നോക്ക്, ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങൾ തന്നെ കണ്ടു. നിന്നെ തേച്ചിട്ട് പോയാളെ വീടല്ലേ? അങ്ങനെ നീ തോറ്റു കൊടുക്കല്ല മോനെ. നിന്റെ വില എന്തെന്ന് ഓൾ അറിയണം. നീ ഇപ്പൊ ഏത് ലെവലിലുള്ളത്? അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ ആറ്റിറ്റ്യൂഡ് എന്തും ഞാൻ അവൾ കാണിച്ചു. ഇവന്റെ റീല് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അവനെ തേച്ചിട്ട് പോയുള്ള മുന്നിൽ അവൻ മാസ് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ
അവൻ പോയിട്ട് കളിയാക്കുന്നത് കാല് വയ്യാത്ത ആൾക്കാരെയാണ്. നിങ്ങൾ നോക്ക്, ബാക്കി കാണും. എന്നിട്ട് അവന്റെ അമ്മച്ചിയുടെ മറ്റേ കീരത്ത് കിഴങ്ങുണ്ടാക്കുന്ന ചിരിയും ചിരിച്ചോണ്ടവൻ ആ BGM ഇട്ട് അങ്ങ് പോവേണ്ട. ഇവനൊക്കെ ഇതുപോലത്തെ തന്തയില്ലാത്തവന്മാർക്ക് ഇതൊക്കെ ഒരു ഹരമാണ് അവിടെ. ഇവന്മാർക്ക് എന്താണിത്? ഇവന്മാരുടെ ഉദ്ദേശം എന്താണ്? ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ, ഇതുപോലെ ഉള്ളവരെ കളിയാക്കി വീഡിയോ ഇടുമ്പോൾ, അല്ലെങ്കിൽ കാല് വയ്യാത്ത മറ്റുള്ളവരെ കളിയാക്കി വീഡിയോ ഇടുമ്പോൾ ഇവന്മാർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? എടാ, നാളെ നിന്റെ തന്തയോ നിന്റെ ഉണ്ടാകാൻ പോകുന്ന മക്കളോ, അല്ലെങ്കിൽ നാളെ നീ ഒരു ആക്സിഡന്റ് നിന്റെ 2 കാലറ്റു പോയാൽ നീ അതെടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ചിരിച്ചോണ്ടിരിക്കോ? ഇത് മറ്റേടുത്ത പരിപാടിയാടാ നീയൊക്കെ കാണിക്കുന്നത്. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ബോഡിക്കൊന്നും പ്രശ്നമില്ല, എന്റെ മൂക്കിന് പ്രശ്നമുണ്ട്. എത്ര പേര് എന്നെ മുറിമൂക്കം മറ്റൊന്ന് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ഇന്നേ വരെ സങ്കടം തോന്നത്തില്ല. കാരണം എൻ്റെ മനസ്സിലോ എൻ്റെ ശരീരത്തിലോ അല്ല ആ അഴുക്ക്, അങ്ങനത്തെ ഒരു വൃത്തികെട്ട ചിന്താഗതി നിറഞ്ഞിരിക്കുന്നത്. എന്നെ കളിയാക്കുന്നവരുടെ ഉള്ളിലാണ് ആ ചിന്താഗതി, ആ ഒരു സാധനം ഉള്ളത്. അപ്പോൾ ഞാൻ തളരൂ? ഇല്ല, ഞാൻ തളരത്തില്ല. കളിയാക്കുന്നവരും ഞാൻ ഇതുപോലത്തെ കളിയാക്കൽ കമന്റ് കാണുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. നാളെ നിനക്ക് കിട്ടൂടാ, നിന്റെ വീട്ടിലും നിന്റെ കുടുംബത്തിലും, അല്ലെങ്കിൽ നിനക്കോ നാളെ ഇതല്ല ഇതിന്റെ ഒരു അപ്പുറത്തെ 8ന്റെ പണി കിട്ടും. അന്ന് നീ പഠിക്കും. ശാപം തന്നെയാണ്. ഞാൻ ശപിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്നെ കളിയാക്കുമ്പോൾ ഞാനത് ചിരിച്ചുകൊണ്ട് ആ കമന്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടോ അപ്പം നാളെ ഇപ്പൊ നീ എന്നെ കളിയാക്കണം, നാളെ നിനക്കോ നിന്റെ കുടുംബത്തിൽ ആർക്കോ ഇതുപോലെ സംഭവിക്കും. അന്ന് നീ പഠിക്കും. അന്ന് ഞാൻ അനുഭവിച്ചതിന്റെ ഇരട്ടി വിഷമം നീ അനുഭവിക്കും. കാരണം ഒരു സമയത്ത് ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതെല്ലാം സഫർ ചെയ്ത് ഇന്ന് ഇവിടെ വന്നിരുന്ന് ഈ കൊണ അടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം ഗഡ്സ് എനിക്കുണ്ട്. അത് മനസ്സിലായ? അതുകൊണ്ട് ഈ ഒരാളുടെ കുറവിനെ വെച്ചിട്ട് കളിയാക്കിക്കൊണ്ട് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ വെറും പരിപാടിയാണ്. അതിനേക്കാളും നിന്റെയൊക്കെ തന്തയെ പിടിച്ച് വിറ്റ് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കും കേട്ടാ. നാറിയ പരിപാടി. എന്നാ മറ്റേടത്തെ കണ്ടന്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിന്നെ തെളിച്ചിട്ട് പോയ പെണ്ണിന്റെ മുന്നിൽ നീ മറ്റേ ഉണ്ടായെന്ന് ജയിച്ച് കാണിച്ചോളൂ എന്നൊന്ന് കാല് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ട്രോളാക്കിയിട്ട് ചിരിക്കുന്ന BGM ഇട്ടിട്ട് ഇത് കണ്ടന്റാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടന്റിന്റെ രീതി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഏതെങ്കിലും കടയാടി മക്കൾ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട ബാക്കി ഞാൻ അപ്പോഴും റിപ്ലൈ തരാം. ഒരു മോനെങ്കിലും മോളോ കമന്റ് ഇട്ട ഇത് കണ്ടന്റായിട്ട് കണ്ടാ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഞാൻ അപ്പോൾ പറഞ്ഞു എന്ത് ഞാൻ പറയുന്നു. പന്ന പൊലയാടി മോനെ ചിരിക്കാൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഡിഫറെന്റ് ഏബിൾഡ്, അതായത് ഒരു കാല് വയ്യാത്ത ഒരുത്തനെ കാണിച്ച് അല്ലെങ്കിൽ കാല് വയ്യാത്ത ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ ഞാൻ ഇവനെ പറയുന്നില്ല, ഇവനെ ഉണ്ടാക്കി വിട്ടില്ലേ അവരായിരിക്കും ആ കൂടെ നിൽക്കുന്നത്. മനസ്സിലായി? ആ തള്ളാന്ന് പറയുന്നത്. കാര്യം നമ്മുടെ മാതൃത്വം എന്ന് പറയുന്നത് നമ്മളെ ഒരു തെറ്റ് കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ച് മോനെ അത് ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കണം പാരൻസ്. എനിക്ക് തോന്നുന്നില്ല ഇവരായിരിക്കും ഇവന്റെ മദർ എന്ന് തോന്നുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന പെങ്കൊച്ചായിരിക്കും ഇവന്റെ ഭാര്യ എന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് ഇതൊരു തെറ്റാണ്. ഇതൊരു മൂന്നാമതൊരാൾ കാല് വയ്യാത്തതോ കൈ വയ്യാത്തതോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെവി കേൾക്കാത്തതോ ആയിട്ടുള്ളൊരു ആളിനെ കാണുമ്പോൾ ഇത് വിഷമം തോന്നുമോ എന്നുള്ള കാര്യം അവർക്ക് ഒന്ന് ചിന്തിച്ച് ജയിക്കാമായിരുന്നു. ചിന്തിക്കൂല. കാരണം അവിടെ അവരുടെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല. ആ അവസ്ഥ നാളെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. വേറെ ആര് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. സീരിയസ്ലി ഞാൻ മനസ്സുകൊണ്ട് പറയുകയാണ്, നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവണം. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ 2 കണ്ണിന് കാഴ്ചയില്ലാത്തതോ അല്ലെങ്കിൽ ഇതുപോലെ കാലിനോ കൈക്കോ സ്വാധീനം ഇല്ലാത്തൊരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണം. അന്ന് നീ എടുത്തു വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണോടാ റാഷിദ് പുന്നാരയാഴി മോനെ കേട്ടാ. നീ കണ്ടന്റ് ഉണ്ടാക്കണം അന്ന് എടുത്തു വെച്ച്. ഇതുപോലത്തെ അവസ്ഥ നിന്റെ കുടുംബത്തിൽ വരണം. എത്രയും പെട്ടെന്ന് നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതേ അവസ്ഥ ഉണ്ടാവട്ടെ. അന്നേ നീ പഠിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ളവന്മാർ അങ്ങനെ തന്നെ പഠിക്കണം. അതുപോലെ കമന്റിൽ വന്നിട്ടും ഈ ബോഡി ഷേമിങ് നടത്തുന്നത് ഒരാളുടെ കുറവിനെ എടുത്ത് വെച്ചിട്ട് വലിയ ഉണ്ടാക്കിയ വർത്തമാനം പറയുന്ന എല്ലാ കടയാടി മക്കളും അനുഭവിച്ച് തന്നെ അറിയണം. നിന്റെയൊക്കെ വീട്ടിലോ നിനക്കൊക്കെ ഈ അനുഭവം ഉണ്ടാകും. എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. അത്രേ ഉള്ളൂ. സ്വന്തം മോനല്ലേ ആ കൂടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ളവനെയൊക്കെ എന്ത് ചെയ്യും? ഇവന്റെ വീഡിയോ ഈ ഒരു ഒറ്റ എണ്ണ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ തൊട്ടടുത്ത വീഡിയോ ഇതുപോലത്തെ തന്നെ. അതായത് ഇങ്ങനെ കാല് ചെയ്യാത്തവരും കൈ ചെയ്യാത്തവരെയൊക്കെ പരിഹസിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുക. ഇതാണ് ഇവന് വേണ്ടത്. ഇവനെന്ന് മാത്രമല്ല, ഇവന്റെ ഫാമിലിക്ക് ഫുള്ള്, ഇവന്റെ ഫാമിലിക്ക് അമ്മ ആയിക്കോട്ടെ, ഇതിൽ ഞാൻ ദയവ് ചെയ്ത് തൊട്ട് താഴെ വന്നിട്ട് കാസ്റ്റ് ആൻഡ് റിലീജിയൻ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള മൂഞ്ചത്തരം കൊണ്ട് വരരുത് ദയവ് ചെയ്ത്. നല്ല പ്രതികരണമാണ് അഭിലാഷൻ. ചില സമയം ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ ഓഡിയൻസ് ഒക്കെ
എന്ത് വിചാരിക്കും നമ്മളെ പറ്റിയിട്ട്, നമ്മൾ മാന്യമായിട്ടൊക്കെ സംസാരിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തിനാണ് നമ്മൾ ഭംഗി വാക്ക് എടുത്തു വെച്ചിങ്ങനെ? നമ്മൾ എന്താണ് ഒരു വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ ഇമോഷനിൽ നമ്മൾ പ്രതികരിക്കണം. അവിടെയാണ് നമ്മുടെ ജെന്യൂനിറ്റി എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത്. നീ 10 തെറി അവൻ്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം അത്രയ്ക്ക് തന്തയില്ലായ്മയാണ് അവൻ കാണിച്ചിട്ടുള്ളത്. നാളെ അവൻ്റെ വീട്ടിൽ ഇത് വരണം, ഈ വീഡിയോയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും വരണം. അപ്പോഴേ അവൻ അതിൻ്റെ വിഷമം അവൻ മനസ്സിലാത്തുള്ളൂ. നാളെ നിനക്കൊരു കൊച്ചുണ്ടായാൽ ആ കൊച്ച് ഈ ഒരു ഗതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നീ കളിയാക്കോ എടുത്തു വെച്ച് നാളെ മുതൽ ആ കൊച്ചിനെ കളിയാക്കോടാ. റാഷിദ് പുന്നാര ഏടി മോനെ, നീ കളിയാക്കോ? അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എടാ അഭിലാഷിന് അത് അത്രയും കൊള്ളണമെങ്കിൽ അവനറിയാം. ജനിച്ച മുതൽ അവൻ കേട്ടിട്ടുള്ള പരിഹാസങ്ങൾ അവൻ അറിയായിരിക്കും. അവൻ അറിയാതിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം 2020 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിനു മുന്നേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഈ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഞാൻ കേട്ടിട്ടുള്ള കളിയാക്കലും പരിഹാസങ്ങളും എനിക്കറിയാം. കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. എനിക്കറിയാം എത്രത്തോളം ഉണ്ടെന്ന്. എന്നാൽ ജനിച്ച അന്ന് മുതൽ ഈ പരിഹാസങ്ങളും പുച്ഛങ്ങളും കേട്ട് ജീവിക്കുന്ന അഭിലാഷിന് എന്തുമാത്രം വേദന ഉണ്ടാവുമെന്നും എന്തുമാത്രം ഉണ്ടാവുമെന്നും നമുക്കറിയാം കേട്ടോ. 6 വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്നത് അവൻ ജനിച്ച അന്ന് മുതൽ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ ആ ഒരു വിഷമം അവന് മനസ്സിലാവും എത്രത്തോളം ആയിരിക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ പുന്നാര കടയാടി മക്കളെ, നിനക്കൊക്കെ ദൈവം എല്ലാം ചേർത്ത് തന്നെന്ന് വെച്ചിട്ട് അഹങ്കരിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്കും നിന്റെ കുടുംബത്തിന് നാശമായിരിക്കും. നിന്റെയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണതേ മറ്റുള്ളവരുടെ ഇമോഷനെ വെച്ചിട്ട് ആകരുത്. അത് വളരെ ചെറ്റത്തനമായി പോയി, വളരെയധികം ചെറ്റത്തനം. ഇതിനിപ്പോൾ കുറേ എണ്ണം ചിലപ്പോൾ മെഴുകും, അത് കണ്ടന്റ് ഇല്ല അതിനെ അങ്ങനെ കണ്ടുകൂടെയെന്ന്. ഈ മെഴുകുന്നതിൻ്റെയൊക്കെ കുടുംബങ്ങളിലും നാളെ അതേ അവസ്ഥ ഉണ്ടാവണം. അപ്പോഴേ പഠിക്കത്തുള്ളൂ. ഇതിന്റെ താഴെ ഞാൻ നോക്കിയപ്പോൾ ഇവന് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് വേണ്ടത്. ഇവന് അതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് മുഴുവൻ ഞാൻ കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചപ്പോൾ അതിനകത്ത് വരുന്ന കമന്റ്സ് മൊത്തം എന്ന് പറഞ്ഞാൽ ഇതെന്താ അങ്ങനെ വൈകല്യമുള്ളവർക്ക് മാസം കാണിക്കാൻ പറ്റില്ലേ, കഷ്ടം. അവനെ തന്നെ ട്രോളിക്കൊണ്ടാണ്. ബ്രോ വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പലരെയും വേദനിപ്പിക്കാൻ ഇടയാവും. അത് അവന് എഗെയിൻസ്റ്റ് ആയിട്ടില്ല. എനിക്ക് ചിരി വരുന്നില്ല, എൻ്റെ പ്രശ്നമാണ്, ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് കമന്റ്സ് മാത്രമാണ്. പക്ഷെ അവൻ അതൊക്കെ ഹാപ്പി ആയിരിക്കും. കാര്യം എന്താണെന്നറിയോ? എടാ ഇത് നിനക്ക് കിട്ടും. എങ്ങനെയാണെന്നറിയോ? നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന ഒരു കൊച്ചിന് കാലിന് എന്തെങ്കിലും ഇഷ്യൂയോ അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും ഇഷ്യൂയോ, കണ്ണ് കാണാതെയോ അല്ലെങ്കിൽ ചെവി കേൾക്കാതെയോ ജനിക്കുമ്പോൾ നിനക്കിത് ഫീൽ ചെയ്യും. അതുവരെ നിനക്കിത് ഫീൽ ചെയ്യില്ല മറ്റൊരുത്തിനെ കുത്തി നോവിക്കുന്നതിൽ. കറക്റ്റ് കാര്യം. നാളെ നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതേ ഒരു അവസ്ഥ ഉണ്ടാവണം. അന്ന് നീ പഠിക്കോടാ കടയാടി മോനെ കേട്ടാ. റാഷിദേ, നിനക്കൊക്കെ എല്ലാം തികഞ്ഞതിൻ്റെ കുന്തളിപ്പാണ്. അത് മറ്റുള്ളവരുടെ ഇമോഷനെ വെച്ച് ഉണ്ടാക്കരുത്. നാളെ നിന്റെ വീട്ടിൽ നിനക്കൊരു കൊച്ചുണ്ടാകുമ്പം ആ കൊച്ചിന് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വന്നാൽ നീ പഠിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പറയില്ല. കാരണം നീ അനുഭവിക്കണം. അത് നിനക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചിനുണ്ടാവണമെന്ന് ഞാൻ പറയില്ല. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. എന്തിനാണ് നീ ഉണ്ടാക്കി വെച്ച കുറ്റങ്ങൾക്ക് ആ പാവം കൊച്ച് അനുഭവിക്കുന്നത്? പക്ഷെ നിനക്ക് നഷ്ടപ്പെടണം. കണ്ണോ കയ്യോ കാലോ ഒക്കെ നിനക്ക് നഷ്ടപ്പെടണം. പക്ഷേ ഈ ഒരു സാധനമല്ലടാ ഈ ഒരു പരിഹാസം കളിയാക്കല്. അത് കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ചടിക്കും. അത് ഏത് രീതിയിൽ അടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ താങ്ങും. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ താങ്ങത്തില്ല. അതുപോലെ നാളെ നിനക്കൊരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ, ചിലപ്പോൾ നിനക്ക് കൊച്ചു പോലും ഉണ്ടാവില്ല, പറയാൻ പറ്റില്ല. ഇനി നാളെ നിനക്കൊരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ ആ കൊച്ചിന് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കും. കാരണം നിന്റെ ഈ കുന്തളിപ്പിന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പടച്ചവൻ തിരിച്ചടി നിനക്ക് തരുന്നത്. കാത്തിരുന്നു. എനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല പരനാറികളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടായിരിക്കും. അവർക്കെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം പറഞ്ഞുകൊണ്ട് വരും കുണച്ചുകൊണ്ട്. പണ്ട് മറ്റേ കുഞ്ഞിക്കൂനലിലും അതുപോലുള്ള പല പല പടങ്ങളിലും ഒരുപാട് പേര് കളിയാക്കിക്കൊണ്ട്, അതൊക്കെ പണ്ട്. ഇപ്പം അങ്ങനെ ഉണ്ടോ? ഇപ്പൊ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കുന്ന ഒരു വികലാംഗനെയോ ഒരു കണ്ണ് കാണാൻ വയ്യാത്തവനെയോ ഒരു ചെവി കേൾക്കാൻ പറ്റാത്തവനെയോ കളിയാക്കിക്കൊണ്ട് വരാൻ പാടില്ല. അത് നിയമമുള്ള. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കെതിരെയോ ആ പ്രസ്ഥാനത്തിനെതിരെയോ നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള ഒരിതുണ്ട്. അതുപോലെ ഒരു പരമാറിയാണ് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള വഴിയുണ്ട്. പക്ഷെ ഞാൻ മെനക്കെടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനുള്ള ടൈമില്ല. നിനക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഈ മൂഞ്ചിയ സാമാനത്തിൻ്റെ ഒക്കെ പുറകെ പോയി സമയം കളയാൻ എനിക്കില്ല. പക്ഷെ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ തോന്നുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ജനിച്ചൊരുത്തനായതുകൊണ്ടാണ്. അപ്പോൾ ബൈ, നാളെ നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ആക്സിഡന്റിലൂടെയോ അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. കേട്ടോടാ മയിരെ. അത്രയെങ്കിലും അഭിലാഷ് പറഞ്ഞില്ലേ പിന്നെ എന്തുവാ. അതുകൊണ്ട് കിട്ടേണ്ടതാവൻ തന്നെ എനിക്ക് തന്നിട്ടുണ്ട് മാക്സിമം. ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഇരുന്ന് തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല.
എടാ കടയാടി മോനെ രാശിതേ, നിനക്ക് ഉളുപ്പുണ്ടാടാ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നീയൊക്കെ പോയി തീർന്നുകൂടാടാ. അതുപോലെ നിന്റെ വീട്ടുകാർ ഇതുപോലത്തെ അപരാധം കണ്ടന്റുകൾക്ക് നിനക്കൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടാ നാളെ നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും വരണോടാ. അത് നിന്റെ കൂടെ ഇരുന്ന് ചിരിച്ചവർക്കാവാം, നിന്റെ കൂടെ ഇരുന്ന് കണ്ടന്റ് ചെയ്തവർക്കാവാം, അല്ലെങ്കിൽ നിന്റെയൊക്കെ കമന്റ് ബോക്സിൽ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത അപരാധികൾക്കാവും. നീ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാനാ അടിപൊളി സഖേ, അടിക്ക് തെറുക്കി സൂപ്പറാ. ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ, ഒരു മാറ്റം വരരുത്. നിന്നെയൊക്കെ പോലുള്ള ഓരോരുത്തന്മാരാണ് ഇവനൊക്കെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന അപരാധി മക്കളെയാണ് ഞാൻ ആലോചിക്കുന്നത്. യൂട്യൂബിൽ 4 ലക്ഷം, ഫേസ്ബുക്കിൽ നോക്കില്ല, ഇൻസ്റ്റയിൽ 3 ലക്ഷത്തി. എന്തോന്നായിരുന്നു ഇതുപോലത്തെ അപരാധി മക്കളെയൊക്കെ ഫോളോ ചെയ്യുന്നു. കഷ്ടം, പരമകഷ്ടം. നീ കൂടുതലൊന്നും പറയാനില്ല, നിനക്ക് തരാനുള്ളതൊക്കെ അഭിലാഷൻ അത്യാവശ്യം തന്നിട്ടുണ്ട്. ആവശ്യമുള്ളതിന്റെ അധികം തന്നെ അഭിലാഷ് തന്നിട്ടുണ്ട്. എന്തായാലും വാങ്ങിച്ചു വെച്ചോ. നിനക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. എനിക്ക് ഇതിനൊന്നും സമയമില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ പിറകെ ഇറങ്ങുമായിരുന്നു. ചുമ്മാ നിന്നെയൊക്കെ പോലുള്ള തീട്ടങ്ങൾക്ക് എതിരെ കേസും കൊടുത്ത് അതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് സമയമില്ല. പ്രത്യേകിച്ച് ആർക്കെങ്കിലും വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഇവനൊക്കെ പോലുള്ളവന്മാർക്ക് കിട്ടങ്ങ് പണി കൊടുത്തേക്ക്. എടാ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോടാ? നീ ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോൾ എത്രത്തോളം ഡൗൺ ആവുന്നു? എടാ ഞാനൊക്കെ ചിലപ്പോൾ ഈ പഴയ ചില ഇതിലൊക്കെ ബോഡി ഷെയ്മിങ് നിറഞ്ഞ സാധനങ്ങളൊക്കെ ഇതൊക്കെ കാണാറുണ്ട്, മെലിഞ്ഞിരിക്കുന്നതിനൊക്കെ കളിയാക്കി. ഞാൻ സ്ലിമ്മാണ്, അതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരുമാതിരി തോന്നും, നമ്മളെ ഇതുപോലെ ആയിരിക്കും ആൾക്കാർ പറയുന്നത് എന്നുള്ള സെറ്റപ്പിൽ നമുക്കത് ഫീൽ ആവൂടാ. അതൊന്നും ഈ തന്തയില്ലാത്ത നിന്നെ പോലെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴിവേറികൾ. കൂടുതലൊന്നും പറയാനില്ല. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.